എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു കഥകളിയുടെ പിക്ചർ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിലുപയോഗിച്ചിരിക്കുന്ന കളറുകളും ഈ ഉപയോഗിച്ച പേപ്പറും പിന്നെ എങ്ങനെയാണിത് വരച്ചിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസാണ് ഞാനിതിൽ ചെയ്യുന്നത്. ആദ്യം തന്നെ പറയട്ടെ, വരക്കാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കലാകാരിയൊന്നുമല്ല. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇത് ആദ്യമായിട്ട് തന്നെ ഒരു A4 ഷീറ്റിലാണ് ഞാനത് ട്രൈ ചെയ്ത് നോക്കിയത്. ഇത് ഗൂഗിളിൽ നിന്നൊരു പിക്ചർ എടുത്തിട്ട് അത് നോക്കി ഇതിലേക്ക് വരച്ചതാണ്. അധികം കറക്ഷൻസൊന്നും വന്നില്ല. എനിക്ക് ചെറുതായിട്ട് നോക്കി വരക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഇതിൽ വരച്ചതാണ് ഞാൻ ഈ ചാനലിൽ ഞാൻ നോക്കി വരച്ചിട്ടുള്ളതും സ്വന്തമായിട്ട് വരച്ചിട്ടുള്ളതുമായ പിക്ചേഴ്സൊക്കെ ഞാനതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്സായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതെല്ലാവരും കാണണം. അപ്പോൾ ഇത് ഞാൻ A4 ഷീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അത് നിനക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ പേപ്പറിൻ്റെ കളർ ചെയ്തിരിക്കുന്ന രീതി കണ്ടാൽ മനസ്സിലാവും. ഓരോ ടച്ചിങ് കഴിയുമ്പോഴേക്കും അത് ഉണങ്ങിപ്പിടിക്കും. അപ്പോൾ നമുക്കത് പിന്നെ വെള്ളം മുക്കി വരുമ്പോഴേക്കും അത് ഉണങ്ങിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് ഫിനിഷ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു പാട് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനത്തെ പാട് എല്ലായിടത്തും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയൊരു മിസ്റ്റേക്ക് ഇതിൽ പറ്റിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, എനിക്ക് കഥകളി വരക്കാൻ സാധിക്കുമോ എന്നറിയാനായിട്ട്. അപ്പോൾ വരച്ച് വന്നപ്പോൾ നല്ലതായിട്ട് തോന്നി. അപ്പോൾ ഞാനതിൽ കളറും ചെയ്തു. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ പറയണം. നല്ലതാണെന്നെങ്കിൽ നല്ലതെന്ന് പറയണം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയണം. ഇനി ഞാനിതിൽ ഏതൊക്കെ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇത് ആദ്യമായിട്ട് ബ്ലൂ ആണ്. ഡാർക്ക് ബ്ലൂ ആണ്. പിന്നെ വൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, ഗ്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഓറഞ്ച് യൂസ് ചെയ്തിട്ടുണ്ട്, റെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കളേഴ്സാണ് ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ അക്രിലിക് പെയിൻ്റാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഈ സൈഡിൽ ഡാർക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇത് ഞാൻ ആദ്യം ബ്ലാക്കാണ് ഉപയോഗിച്ചത്. ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തിട്ട് പിന്നെ എനിക്ക് തോന്നി ബ്ലൂ ആയിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ബ്ലൂ ചെയ്ത്. അപ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡ് അവിടെ മാത്രം ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. വേറൊന്നും ആ ഒരു ഇതില്ല. അപ്പോൾ അതാണ് അതിൻ്റെ കാരണം. അതിൻ്റെ കുറേ പോരായ്മകളുണ്ട്. എന്നാലും ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഒരു പിക്ചർ ആയതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. ഇത്രയെങ്കിലും നന്നായിട്ട് ചെയ്യാൻ പറ്റിയല്ലോ എന്ന്. അപ്പോൾ വരക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്നെപ്പോലുള്ളവർ ചെയ്യുന്ന ഇതേപോലുള്ള വർക്കുകൾ കാണുമ്പോൾ തന്നെ അവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഈ ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തന്നെ സപ്പോർട്ട് ചെയ്യണം.